പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും, പറഞ്ഞേക്കാം. ഇത്രയും നേരം നിന്റെ ഭർത്താവിനെ നിന്റെ ഈ ഏട്ടൻ എടുത്തിട്ട് പെരുമാറിയപ്പോ നിനക്കൊരു സങ്കടവും വന്നില്ല. തിരിച്ചെന്റെ മോൻ അവന്റെ നേരെ കൈ ഉയർത്തിയപ്പോ നിനക്ക് വേദനിച്ചു അല്ലേ? ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. നിന്നെ പോലെ ഒരുത്തന് താലി കെട്ട നിന്ന് കൊടുത്തതിന്റെ പേരിലെ എന്റെ പെങ്ങളെ ഓർത്ത് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇവളോട് എനിക്ക് വെറുപ്പില്ല. ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങൾക്ക് അനുസരിയോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഇനി നീ ഇവളെ ദ്രോഹിക്കാൻ തുനിഞ്ഞ പൊന്നു മോനെ, നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഓ അങ്ങനെയാണോ? ദേവമംഗലത്തുകാർ ഇവളെ തള്ളിപ്പറയുമെന്നാ ഞാൻ കരുതിയത്. അപ്പൊ അങ്ങനെ അല്ല അല്ലേ? ശരി, എന്നാ നീ കേട്ടോ. ഇനി ഇവളെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ വിടില്ല. എനിക്ക് എന്തൊക്കെ രീതിയിൽ ഇവളെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ദ്രോഹിക്കും. അത് ഇവളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിന്നെയൊക്കെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? പറടാ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അലോകെ, നീ ചെയ്തത് തെറ്റാ. ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്ത തെറ്റ്. വല്യമേ, ഇതൊരു തുടക്കമാ. ഇതേ തെറ്റ് ഞാൻ ഇനിയും ആവർത്തിക്കും. അലോകെ, ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയാൻ നിനക്ക് നാണം തോന്നില്ലടാ? എടാ, തോന്നിയതുപോലെ ജീവിക്കാനായിരുന്നെങ്കിലേ നീ എന്തിനാടാ പ്രേമോന്നും പറഞ്ഞ് എന്റെ പെങ്ങളുടെ പിന്നാലെ നടന്ന് അവളുടെ ജീവിതം തൊലച്ചത്? എനിക്ക് പ്രേമോ? അതും ഇവളോട്? എനിക്കിവളോട് പ്രേമവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഈ നശിച്ചവളെ എന്റെ തല തൂങ്ങിയതാ. എന്റെ റേഞ്ചിനെ എന്റെ ഭാര്യ ആവേണ്ടത് ഇവളെ പോലെ ഒരുത്തിയല്ല. എന്റെ കഷ്ടകാലം ഞാൻ ഇവളുടെ കൈ വന്ന് പെട്ടു. എടാ, എന്താടാ നിന്റെ റേഞ്ച്? അനുശ്രയെ പോലൊരു പെണ്ണിനെ സ്വപ്നം കാണാനുള്ള യോഗ്യത പോലും നിനക്കില്ല. എന്നിട്ട് നീ നിന്ന് പ്രസംഗിക്കുന്നോ? ഇവൾ ഒരുത്തി കാരണമാ എന്റെ ഭാവി തൊലഞ്ഞത്. നിങ്ങൾ എല്ലാവരും കേട്ടോ, എന്റെ കൂടെ ഇവള് സമാധാനമായിട്ട് ജീവിക്കത്തില്ല. ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല.